തെന്നിന്ത്യയിൽ ലക്ഷക്കണക്കിന് ആരാധകരുള്ള താരങ്ങളാണ് വിജയും തൃഷയും. ഇരുവരുടെയും സൗഹൃദത്തെക്കുറിച്ച് വിവിധ തരത്തിലുള്ള ഗോസിപ്പുകളാണ് സിനിമാ ലോകത്തുള്ളത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം നടന്നത്. ഇതിനു പിന്നാലെ തന്നെ തൃഷ രാഷ്ട്രീയത്തിലേക്ക് എന്ന സൂചനയും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ വിജയ് തൃഷ ബന്ധത്തെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. ചൈനയിലും ജപ്പാനിലും വരെ ആരാധകരുള്ള നടനാണ് വിജയ്. സിദ്ദിഖ് സംവിധാനം ചെയ്ത കാവലൻ എന്ന ചിത്രം ചൈനയിൽ മൊഴിമാറ്റം ചെയ്ത് വലിയ വിജയം നേടിയതും വാർത്തയായിരുന്നു. വിജയുടെ പിതാവ് മകന് അവസരത്തിനായി സംവിധായകൻ ഫാസിലിന്റെ മദ്രാസിലെ വീട്ടിലെത്തിയത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അനിയത്തിപ്രാവ് എന്ന ഫാസിൽ ചിത്രം മലയാളത്തിൽ സൂപ്പർ ഹിറ്റായിരുന്നു. അത് തമിഴിൽ ഫാസിൽ ചെയ്തപ്പോൾ വിജയ് ആയിരുന്നു നായകൻ. അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഉയർത്തിയ ചിത്രമായിരുന്നു അത്. പിന്നീട് വിജയ് അഭിനയിച്ച എല്ലാ സിനിമകളും വിജയമായിരുന്നു. തൃഷയും വിജയും പ്രധാന വേഷങ്ങളിലെത്തിയ ഗില്ലി എന്ന ചിത്രം രജനീകാന്തിന്റെ ചിത്രങ്ങളെക്കാൾ റെക്കോർഡ് കളക്ഷനാണ് നേടിയത്. തൃഷ വിജയ് ചിത്രങ്ങൾ പ്രശസ്തിയോടൊപ്പം പ്രശ്നങ്ങളും സൃഷ്ടിച്ചു. ഇവർ രണ്ടുപേരെയും കുറിച്ച് ഒരുപാട് ഗോസിപ്പുകൾ തമിഴ്നാട്ടിലുണ്ടായി. ഇതിനിടയിൽ വിജയിയും പിതാവുമായും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി. വർഷങ്ങൾ കഴിഞ്ഞതോടെ വിജയുടെ മനസ്സും മാറി. വിജയ് വളരെ ശ്രദ്ധയോടെയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള ഓരോ ചുവടും വച്ചത്. ആദ്യം ഫാൻസ് അസോസിയേഷനുകളെ വെച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പല വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു. വിജയിയുടെ പ്രതിച്ഛായ തകർക്കാൻ പല കഥകൾ ഉണ്ടാക്കി. തൃഷയുമായുള്ള വിജയിയുടെ ബന്ധം കാരണമാണ് ഭാര്യ പിണങ്ങിപ്പോയതെന്ന് ചിലർ പ്രചരിപ്പിച്ചു. ഭാര്യയുടെ പേര് വെച്ച് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകൾ ഉണ്ടാക്കി. തൃഷ മദ്യപിച്ച് രാത്രി വിജയിയുടെ വീടിന്റെ മുൻപിൽ വന്ന് നൃത്തം ചെയ്തെന്നും തൃഷയെ വിജയ് തോഴിയാക്കുമെന്നും പ്രചരിപ്പിച്ചു. കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് തൃഷയും വിജയും സ്വകാര്യ ജെറ്റിൽ വന്നിറങ്ങിയത് എതിർകക്ഷികൾ ആയുധമാക്കി. തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം നടന്ന സ്ഥലം സന്ദർശിക്കാതെ വിജയ് വിവാഹത്തിന് പോയത് വിവാദമായി. ആലപ്പി അഷ്റഫ് പറഞ്ഞു.